ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നും ഒരു QR ഗ്യാങ് ബന്ധപ്പെട്ട വീഡിയോ തന്നെയാണ്. ഗൈസ്, സംഭവം വേറെ ഒന്നല്ല. ഇപ്പം ഓഡീഷൻ നവംബർ 15 ആക്കിയിട്ടുണ്ട്. എന്തായാലും നിങ്ങളിപ്പോൾ അത് അറിഞ്ഞിട്ടുണ്ടാവും, 15 ആക്കിയത്. ഗൈസ്, അതിനുള്ളിൽ ഒരു ഫസ്റ്റ് ലിസ്റ്റിൽ 5 പേരായാലും ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്യും. ഗൈസ്, അഥവാ ആയിട്ടില്ലെങ്കിൽ ആ ഡേറ്റ് നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. ഗൈസ്, പരമാവധി എല്ലാവരും ഇപ്പോൾ ഗൈസ് കുറച്ച് പേരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ റിപ്ലൈ കൊടുത്തുകൊണ്ട് ഇതുവരെ ആയിട്ട് ഞാൻ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഒരു 4 പേരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ്, വേഗം എല്ലാവരും സെറ്റ് ചെയ്യുക. ഗൈസ്, ഗ്യാങ് വേഗം സ്റ്റാർട്ട് ചെയ്യണം തന്നെ ഉണ്ട്. ഗൈസ്, അതൊരു വാട്സപ്പ് ഗ്രൂപ്പായിരിക്കും. ഞാൻ എത്രയോ വീഡിയോ പറഞ്ഞിട്ട് ഗൈസ്, അന്നേരം എല്ലാവരും വേഗം എല്ലാ കാര്യങ്ങളും ഗൈസ് മെസ്സേജ് അയച്ചവരോടാണ് ഞാൻ പറയുന്നത്, എല്ലാവരും വേഗം തന്നെ സമ്മതപത്രം അയക്കുക. പക്ഷേ വേറൊരു കാര്യം എന്താ വെച്ചാൽ, എല്ലാവരും അയച്ചിട്ടുണ്ട് ചേർന്ന് പറഞ്ഞിട്ട്. പക്ഷേ 2 പേര് സമ്മതപത്രം തന്നു, ബാക്കി 2 പേര് സമ്മതപത്രം അയച്ചില്ല. അതാണ് കുറച്ചുകൂടി ഡിലേ വന്നത്. അല്ലെങ്കിൽ ഒക്ടോബർ 24, അതായത് നാളെ ശരിക്കും നമ്മൾ ഓഡീഷൻ വെക്കേണ്ടിയിരുന്നത്. ശരിക്കും നാളെ തന്നെ ഓഡീഷൻ ഉണ്ടായേനെ. ഗൈസ്, എല്ലാവരും വേഗം അയച്ചിട്ടുണ്ടെങ്കിൽ. ഗൈസ്, ഇപ്പോൾ ലേറ്റ് ആവാൻ കാരണം എന്താ വെച്ചാൽ, ആരും സമ്മതപത്രം അയച്ചിട്ടില്ല. പിന്നെ കുറച്ച് ഫസ്റ്റ് ലിസ്റ്റിൽ കുറച്ച് പേര് കൂടി ഇടണം, 5 പേരും കൂടി ഇടണം. ഇനി 5 പേരൊന്നല്ല, ഇനി 3 പേരും കൂടി ഇട്ടാലേ നമ്മളെ ഇത് ഗ്യാങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, അല്ല ഓഡീഷൻ തുടങ്ങാൻ പറ്റുമോ. അതുകൊണ്ടാണ് ഗൈസ് നവംബർ 15 വരെ ഇപ്പോൾ ആക്കിയത്. നവംബർ 15 ഗൈസ് ഇനി ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഗൈസ്, പിന്നെ വേറെ പറയുള്ളതെന്ന് വെച്ചാൽ, കുറേ പേര് ബദരി ഒഫീഷ്യലിലേക്ക് അയക്കുന്നുണ്ട്. ഗൈസ്, അതിൻ്റെ അയച്ച് ഞാൻ കാണൂല. ഗൈസ്, ഞാനത് അക്കൗണ്ട് എടുക്കൽ തന്നെ അപൂർവ ദിവസങ്ങളിൽ മാത്രമേ. ഗൈസ്, QR മൈക്ക് ഒഫീഷ്യൽ അയച്ച് ഞാൻ ഇപ്പോൾ കാണും. ഞാൻ ഡെയിലി അത് നോക്കുന്നുണ്ടാവും. ഗൈസ്, പക്ഷേ രാത്രി 9 മണിക്ക് ശേഷം ഞാൻ പറയില്ല, മാനേജർ എടുക്കും. അതുവരെയായിട്ട് ഞാൻ തന്നെ ആയിരിക്കും. ഗൈസ്, അന്നേരം എല്ലാവരും വേഗം തന്നെ അയക്കാൻ ശ്രമിക്കുക. ഗൈസ്, നവംബർ 15 ഇനി വലിയ ദിവസമൊന്നുമില്ല, ഇനി 24 ദിവസമേ ഉള്ളൂ നവംബർ 15. എല്ലാവരും വേഗം സഹകരിച്ചാൽ വേഗം ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഓഡീഷനിൽ എന്ന സംഭവം എന്ന് വെച്ചാൽ, വ്ളോഗ് സ്കിൽസും പിന്നെ ചാനൽ നല്ല രീതിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക, അതെല്ലാം ഒന്ന് അറിയോ നോക്കുക. അത്രേ ഉള്ളൂ ഗൈസ്. വലിയ കാര്യമായിട്ടില്ലൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല ഗൈസ് ഓഡീഷനിൽ. ഈ 2 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഓഡീഷൻ ചെയ്യുക. ഗൈസ്, ചിലപ്പം ലൈവ് വഴിയായിരിക്കും, ലൈവ് ചെയ്യുമ്പോഴായിരിക്കും ഞാൻ ഓഡീഷൻ വെക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഓഡീഷൻ വെക്കുക. ഗൈസ്, അത് ഞാൻ പ്ലാൻ ചെയ്തില്ല. അതിനെന്തായാലും 24 ദിവസമേ ഉള്ളൂ. അതിനുള്ള എങ്ങനെ സെറ്റ് ചെയ്യണം. ഗൈസ്, എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, സ്വീകരിക്കുക. ഗൈസ്, മെസ്സേജ് അയക്കുന്ന എണ്ണം, അതായത് ആൾക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടാണ് ഗൈസ് ഞാൻ ഇങ്ങനെയായിട്ട് കുറച്ച് വീഡിയോ ആയിട്ട് ഇടുന്നത്. ഗൈസ്, ഇപ്പം ഞാനിത് QR ഗ്യാങ്ങുമായി ബന്ധപ്പെട്ട് ഇത് 3ാമത്തെ വീഡിയോ എന്ന് തോന്നുന്നു. ഗൈസ്, 4ാമത്തെ വീഡിയോ ഞങ്ങൾക്ക് വരാൻ പാടില്ല തന്നെ ഉണ്ട്. ഗൈസ്, അതിനുള്ളിലെല്ലാം സെറ്റായാൽ ഞാൻ വരില്ല. ഇതിന് സെറ്റായിട്ടില്ലെങ്കിൽ ആദ്യം ഞാൻ QR ഗ്യാങ് എന്നിട്ട് ബിഗ് അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഞാൻ ലൈവ് ചെയ്യേണ്ടി വരും, ആദ്യം ഞാൻ വീഡിയോ ചെയ്യേണ്ടി വരും. ഇതിൽ ഇടങ്ങാറ് പിടിച്ച് പരിപാടി. ഗൈസ്, എല്ലാവരും വേഗം തന്നെ മെസ്സേജ് അയക്കാം. അതുപോലെ തന്നെ ഓഡീഷൻ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഗൈസ്, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഈ വീഡിയോ എടുത്തത്. ഈ വീഡിയോ കാണുന്നതാണെങ്കിൽ ഒരു 24 വ്യൂസ് ആയിട്ടും കിട്ടും. ആ 24 വ്യൂസ് കിട്ടുന്ന 24 പേരെങ്കിലും അയക്ക് നമുക്ക് ഓഡീഷൻ വേഗം സ്റ്റാർട്ട് ചെയ്യണം. ഗൈസ്, വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, പുതിയൊരു വ്ളോഗോ ചലഞ്ചായിട്ട് വരാം. SV10 ഗൈസ്, നമ്മുടെ ചാനലിൽ SV9 വന്നിട്ട് 2 മാസമായി. ഇനി SV വരണം. SV10 എന്തായാലും ഈ ആഴ്ച എന്തായാലും SV10 വരും. ഗൈസ്, ഉറപ്പ്. ബൈ ഗൈസ്, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.